ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഞാനിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യമേ അത് മാത്രമല്ല, പുതിയ സ്കൂളിലേക്കാണ് ഗൈസ് പോകുന്നത്. അവനാർക്കും അവിടെ അറിയില്ല, അവനും ആർക്കും പറഞ്ഞുകൂടാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ആക്കി വെക്കാം. അതായത് കുറേ പാൻ്റ് ഉണ്ട്, കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഇറക്കമുണ്ടോ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ആദ്യം ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം കേട്ടോ. ഞാൻ ഇപ്പോൾ ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഇവിടെ മുതലാണോ ഇനി ഒന്നും കിട്ടുന്നില്ലേ എന്നുള്ള കാര്യം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. സെൽഫി സ്റ്റിക്കിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യമേ വിളിക്കട്ടെ കേട്ടോ. കമോൺ ബോയ്. യെസ്, ആളിവിടെ ഉണ്ട്. ഇനി നമുക്ക് സെറ്റാക്കി നോക്കാം കേട്ടോ. പറ്റുണ്ടോ പറ്റില്ലേ, ഇറക്കമുണ്ടോ ഇറക്കില്ലേ എന്നൊക്കെ നോക്കണം. എന്നിട്ട് വേണം പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ വാങ്ങിക്കണ്ടേ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനതൊന്ന് നോക്കട്ടെ. ഈ സെൽഫി സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നിൽക്കൂല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വീണ് പോവും, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വലിയ സെൽഫി സ്റ്റിക്കില്ലേ, ആ സംഭവം സെൽഫി സ്റ്റിക്കല്ല, ട്രൈപോഡില്ലേ, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോന്നൊന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. ഓക്കെ, ആരാണ് അങ്ങനെ ഒരു ഹോയ് വിട്ടതെന്നായിരിക്കുമല്ലേ. ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വീഡിയോ ഞാൻ ഓണാക്കി വെച്ചിരും, ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് എന്നെ ഒറ്റയ്ക്ക് എടുക്കണം വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേടിയിലാണ് ആ വീഡിയോ വന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോ ഷർട്ട് ഇങ്ങനെ ഇട്ട് നോക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഷർട്ടിൻ്റെ ഇറക്കം കൈക്ക് ഫുൾ കൈയൊക്കെ ആണെങ്കിൽ കൈക്ക് കുറച്ച് ഇറക്കം കുറഞ്ഞാലും കുഴപ്പമില്ല കേസ്. നമ്മളിങ്ങനെ മടക്കി വെക്കുമല്ലോ മേലോട്ടേക്ക്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അല്ലാതെ ഇറക്കം കുറവാണെങ്കിൽ അത് ബോറായിരിക്കുമല്ലോ പാൻറ് ഇടുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കുറേ ഷർട്ടുണ്ട്, കുറേ ഇറക്കം കുറഞ്ഞു പോയി. അപ്പോൾ ഇറക്കം കുറവുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഷർട്ട് പിന്നെ ഒരുവിധമൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പാൻറ്റിലേക്ക് വരുമ്പോഴാണ് ഫുൾ ടാസ്ക് ആയിട്ടുള്ള പണികൾ കിടക്കുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇറക്കം കുറവുള്ള ടൈപ്പില്ലേ, അങ്ങനത്തേതാണ് കേട്ടോ. അപ്പം അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ ഇറക്കം കുറവുള്ള ടൈപ്പാണ് കേട്ടോ. ഈ അടുത്തായിട്ട് ഇങ്ങനത്തെ പ്രിന്റ് വരുന്ന ടൈപ്പ് ഇല്ലേ, അങ്ങനത്തെ ഷർട്ട് മാത്രമേ ഇവ നോക്കി എടുക്കുള്ളൂ. പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും എടുക്കൂല കേട്ടോ. ഇതും അതേപോലെ തന്നെ ഷോർട്ടായിട്ട് വരുന്നതാണ്, പക്ഷെ ആ ഷർട്ടിനെക്കാട്ടി ഇത്തിരി കൂടി വലുതാണ് കേട്ടോ അത്. അപ്പോൾ ഇതും പറ്റും, ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പാൻറ്റിൻ്റെ കാര്യമാണ് ഡൗട്ടിൽ വരുന്നത്. കാരണം പാൻറ്റ് എന്ന് പറയുമ്പോൾ ഇറക്കം കുറവായിരിക്കും മിക്കവാറും. ചിലത് അര പറ്റാതെ ലൂസായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ കാലിന് ഇറക്കം കുറവാണെങ്കിൽ കാലിൻ്റെ അവിടെ ഇങ്ങനെ കാണുമല്ലോ, അപ്പോൾ അതൊരു ബോറായിരിക്കും. പക്ഷേ ഈ ഒരു ഷർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കുറേ 2-3 കൊല്ലം മുമ്പുള്ളതാണ് കേട്ടോ. ഇത് കൈ ഇത്രയേ ഉള്ളൂ, പക്ഷേ നമ്മളിത് മടക്കി വെക്കുമല്ലോ ഇങ്ങോട്ടേക്ക്, അപ്പോൾ അത് വലിയ കുഴപ്പമായിട്ട് തോന്നൂല. ഇവിടെ ഇറക്കം കുറവൊന്നുമില്ല കേട്ടോ, ഇറക്കമൊക്കെ ഉണ്ട്. ഇറക്കണ്ട്, ഷർട്ടിന് ഇറക്കണ്ട്, പക്ഷെ കൈക്ക് കൈ ഇത്രയുള്ളൂ. അതിനെ മടക്കി വെക്കുന്നതിനോട് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഷർട്ടാണ് കേട്ടോ. ഈ ഒരു ഷർട്ട് അതേപോലെ തന്നെ ഇങ്ങനൊരു സംഭവമൊക്കെ വരുന്നത്, ഒരു വര പോലെ. അതിൻ്റെ പ്രിന്റിങ് ഇതും ഇതേപോലെ പ്രിന്റിങ് വരുന്നതാണ്. പക്ഷെ ഇത് നേരത്തെ ഷർട്ടിൻ്റെ മാതിരിയല്ല, ഇത് കുറച്ച് ഇറക്കമുണ്ട് കേട്ടോ. ഇത് വലിയതാണ്, അത് ഇറക്കമുണ്ട്. കൈ കുറച്ച് ഒരു ഇത്തിരി ഇത്രയേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് മടക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഷർട്ട് ഇത് മാത്രമല്ല 2-3 എണ്ണം കൂടി ഉണ്ട്. ഇത്
അലക്കിയിട്ടാണ് ഗൈസ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയാണല്ലോ, അപ്പം അതുകൊണ്ട് ഇന്നാണ് അലക്കിയിട്ടത്. ഇന്ന് വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാണ്. ഓക്കെ, നല്ല നല്ല രസമാണ്. അത് പ്രിൻറ്റിങ് ആണെങ്കിലും. പക്ഷെ ഒരുപാട് ഇതേപോലത്തെ പ്രിൻറ്റിങ് ആയിട്ടുള്ള ഷർട്ടായിട്ടുണ്ടെങ്കിൽ ബോറാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് പാൻറ്റിൻ്റെ സെക്ഷൻ നോക്കാം. പാൻറ്റിൻ്റെ സെക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഇതിനിയും ബാക്കോട്ടേക്ക് വെക്കേണ്ടി വരുമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണണ്ടെങ്കിൽ അപ്പൊ നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോ ബാക്കോട്ട് നിർത്തിയാല് കാണുമോ ഇല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുക. കൈ സാധാരണ കട്ട് ചെയ്തോ. ഓക്കെ ഗായ്സ്, അപ്പൊ ഇതാ ഇത്രയും പാൻറ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇതില് പറ്റൂലെ, ലൂസ് ആണോ ടൈറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇതിനി കുറച്ചുകൂടി താഴ്ത്തേണ്ടി വരും. ഞാനിപ്പോ ആക്ച്വലി മുട്ടിലാണ് ഗൈസ് നിൽക്കുന്നത്. കണ്ട, മുട്ടുത്തി നിൽക്കുകയാണ് കേട്ടോ. എന്നാലേ കാണുള്ളൂ. കണ്ട ഹൈറ്റിൽ സെറ്റാക്കി വെച്ചതാണ്. അപ്പൊ ഇതിന് കുറച്ചുകൂടി ഞാൻ താഴ്ത്തട്ടെ കേട്ടോ. എന്നാലേ ഇറക്കം എത്ര എങ്ങനെ എന്നുള്ള കാര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഉറുമ്പടിക്കുന്നു. ഗൈസ്, വീഡിയോ എടുക്കാനുള്ള ഓരോരോ കഷ്ടപ്പാട്. ഈ ഒരു പാൻറ്റാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല, ഇത് ഹൈറ്റ് ഇറക്കം ഉണ്ടാവും കേട്ടോ പാൻറ്റിന്. ഓക്കെ, എന്നാലും നോക്കാം. കുട്ടികളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, ഇത് ഇറക്കമുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് എല്ലാം ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. എന്നാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഇറക്കമുണ്ടോ ഇറക്കല്ലേ എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ഈ പാൻറ് അപ്പോൾ സെറ്റാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് അടുത്തത് എടുക്കാം. ഒട്ട് കുത്തി വന്നിട്ടേ കാല് വേദന എടുക്കണം. ഇനി അടുത്ത പാൻറ് ഇതാണ്. ഇത് ഇറക്കം കുറച്ച് കുറവാകാനാണ് ചാൻസ്. മനസ്സിലായോ? കണ്ടോ, അതൊക്കെ കീറി അങ്ങനത്തെ ടൈപ്പില്ലേ, പാച്ച് വർക്ക് വരുന്നത് അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇടുന്ന സമയത്ത് ഇറക്കം കുറവാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇട്ടിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് കൊടുക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് പോവാം. ഇത് ഭയങ്കര വലുതാണ്. അരയൊക്കെ ലൂസ് ആവാനാണ് ചാൻസ്. പക്ഷെ ബെൽറ്റ് ഇട്ടാൽ സെറ്റ് ആകും. പക്ഷെ ഇതിന് ഇറക്കം കൂടുതലാണല്ലോ, ഭയങ്കര ഇറക്കം കൂടുതലാണ്. ഇതൊരാള് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. തന്നിട്ട് 2 കൊല്ലോ 3 കൊല്ലോ ആയി ഗൈസ്. ഇപ്പോഴിപ്പോ അതിന്റെ പുതുമയോട് കൂടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ കസ്റ്റഡിയിൽ ഇരിക്കുന്നു. ഇവിടെ എടുത്താ ചിലപ്പോ ഇറക്കാൻ കറക്റ്റ് ആവും കേട്ടോ. ഇത് ഈ പ്രാവശ്യം കൊടുക്കാൻ യോഗമല്ല ആദ്യം മോനെ പാൻറ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് അല്ല കേട്ടോ. ബ്ലാക്കാണോ? ബ്ലാക്ക് ഞാനിവിടെ പോസ്റ്റാണ് ഗൈസ്. ഫോണിൽ സ്പേസ് ഇല്ലാത്തതിനോട് ഞാൻ പറഞ്ഞ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, ഞാനതൊന്ന് സോൾവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒട്ടയും മട്ടി ലൈറ്റും സെറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ആള് മുങ്ങി. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരികയെന്ന് ആർക്കറിയാം. അവിടെ ഉണ്ട്, പക്ഷെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഗൈസ്. എന്താ ചെയ്യുക? വീഡിയോ എടുക്കണ്ടേ? ഞാൻ വിചാരിക്കുക വ്ലോഗ് മാത്രം ഇതിനകത്ത് ചെയ്തിട്ട് മറ്റേത് സ്റ്റൈലിങ് ചെയ്യുന്ന സംഭവമൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടാലോ എന്നുള്ളൊരു ഐഡിയയിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഓക്കെ, എല്ലാ സാധനവും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫോണിലാണെങ്കിൽ ചാർജില്ല, ലാപ്ടോപ്പിലാണെങ്കിൽ ചാർജില്ല. വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഓഫായി പോകലായിരിക്കും. നോക്കട്ടെ, ഞാനൊരു വീഡിയോ പകുതി വരെയുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനിപ്പോൾ തൽക്കാലം അൺലിസ്റ്റിൽ കൊണ്ടുപോയിടും. എങ്ങനെ ഐഡിയ? എന്നിട്ട് ഗാലറി പോയിട്ട് അത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്പേസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. കുറച്ച് പകുതി മാത്രമുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കും. എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേഗം തന്നെ യൂട്യൂബിൽ കൊണ്ടുപോയിടും, അൺലിസ്റ്റിൽ കൊണ്ടുപോയിടും.
എന്നിട്ട് ഗാലറിയിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഞാൻ ഡിവൈസിലേക്ക് സേവ് ചെയ്യും. എല്ലാവരും എങ്ങനെയാണോ എന്നറിയില്ല, ഇനി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നും അറിയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുക, കാരണം ഫോണിൽ സ്പേസിൻ്റെ പ്രശ്നമുള്ളത് കാരണം. എന്തായാലും ഞാൻ ആ എഡിറ്റ് ചെയ്ത വീഡിയോ ഞാൻ ഇപ്പോൾ തൽക്കാലം അൺലിസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൽ സ്പേസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോക്കട്ടെ ചങ്ങായി വരുമോന്നൊക്കെ ആർക്കും അറിയാം. ഭഗവാൻ, എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഭയങ്കര ഡിമാൻഡാണ് എല്ലാവരും. ഗൈസ്, ഫോണിൽ സ്പേസ് ഇല്ലേ ഗൈസ്, എങ്ങനെ നോക്കിയിട്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്ത വരുന്നത് ഗൂഗിൾ, യൂട്യൂബ്, സകലമായ സാധനങ്ങളും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് സേവ് ചെയ്തൊക്കെ. ഇതിലിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ഒരു ആപ്പ് മാത്രമേ ഉള്ളൂ. ഏതാണെന്നറിയോ? ഇൻ ഷോർട്ട്, ഞാൻ എഡിറ്റ് ചെയ്ത ആപ്പ്. ബാക്കിയെല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത്, ഗൂഗിൾ വരെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി സെറ്റാകും ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡ്രസ്സ് ഞാൻ ഇടിപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ആ വീഡിയോയിൽ ഇൻട്രോയിൽ മാത്രമേ ചാനലുള്ളൂ കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാനലിലെ അതിൻ്റെ അകത്ത് വ്ളോഗ് മാത്രം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകൾ മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുള്ളൂ ഗൈസ്. നമ്മൾ ലൈറ്റ് യോ ഗൈസ് ഫൈനലി നമ്മളിപ്പോൾ കുറച്ചുകൂടി അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് സ്കൂളിലേക്കുള്ള ആവശ്യത്തിനായിട്ട്. അതിന് വേണ്ടിയിട്ട് പോകാണ് കേട്ടോ. അമ്മയും ഞാനും മോനും കൂടിയാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഞാനും അത് തന്നെ ഇടുന്നത്, മോനും അത് തന്നെ ഇടുന്നത്. ഓക്കെ, ഞാൻ ആ വീഡിയോൻ്റെ ഇൻട്രോയിൽ മാത്രമേ ഞാനുള്ളൂ കേട്ടോ, ഔട്ട്രോയിൽ ഞാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും പോവാം. സമയം ഇപ്പോൾ ഏകദേശം 4 മണിയായി. 4:10, 4:15 അങ്ങനെ എന്തോ സമയത്താണ് നമുക്ക് ബസ് ഉള്ളത്. പോയി നോക്കാം കേട്ടോ, പോയിട്ട് വരാം ഗൈസ്. ബസ് സ്റ്റോപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ തുണി ഷോപ്പ് പോയി തുണി വാങ്ങിച്ചു. പിന്നെ ബേക്കറി, ഫാൻസി, ചെരുപ്പ് കട, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കാരണം അത്രമാത്രം തിരക്കായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഇന്ന് വെയിലുള്ളൊരു ദിവസമായതിനെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ആദ്യമോൻ്റെ വണ്ടി നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വണ്ടിക്കാരൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പറയട്ടെ നമുക്ക് സ്കൂൾ വണ്ടി വേണമെന്ന്. അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഗായ്സ്. നമ്മൾ വണ്ടിക്ക് ഏൽപ്പിച്ചു കേട്ടോ. ഫസ്റ്റ് ഡേ മുതൽ തന്നെ വണ്ടി വരും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലെത്തി ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ക്രീം ബന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.